മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ ഉളുപ്പില്ലായ്മ നിങ്ങൾ കണ്ടോ? അത് ഏറ്റുപിടിച്ച് TN പ്രതാപനും രംഗത്തെത്തിയിട്ടുണ്ട്. TN പ്രതാപന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ തന്നെ എറിഞ്ഞോടിക്കോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഏതായാലും രാഹുൽ ഗാന്ധി എന്താണ് വിളിച്ചു പറഞ്ഞത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അസമും ബംഗാളും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണയോടെ BJP തിരഞ്ഞെടുപ്പ് മോഷ്ടിച്ചതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. മമതജിയുടെ അഭിപ്രായത്തോട് ഞങ്ങൾ യോജിക്കുന്നു. ബംഗാളിൽ 100-ലധികം സീറ്റുകൾ മോഷ്ടിക്കപ്പെട്ടു. ഈ പ്ലേ ബുക്ക് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. മധ്യപ്രദേശ്, ഹരിയാന, മഹാരാഷ്ട്ര ലോക്സഭ 2024 മുതലായവ ചുനാവ് ചോരി, സംസ്ഥാന ചോരി, ഇലക്ഷൻ കട്ടു എന്ന് തന്നെയാണ് പച്ചക്ക് വിളിച്ചു പറയുന്നത്. ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ എത്ര ഉളുപ്പില്ലായ്മയിലേക്ക് ഒരാൾ എത്തണം? ഇതൊക്കെ മലയാളികൾ വിവേകത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ്. കേരളത്തിനെതിരെ ഒരു പ്രശ്നമില്ല. കാരണം എന്താ? ഇവിടെ കോൺഗ്രസ് തരംഗമായിരുന്നു, UDF തരംഗമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഈ പറയുന്ന കേരളത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്കില്ല. അതേപോലെ തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുള്ള കർണാടകയിലോ തെലങ്കാനയിലോ ഒരു സ്ഥലത്ത് പ്രശ്നമില്ല. പ്രശ്നമുള്ളത് ഇപ്പൊ എവിടെയാ? ആസാമില്, അതേപോലെ തന്നെ ബംഗാളില് ഫുള്ള് പ്രശ്നമാണ്. ഈ ബംഗാളിൽ മമതക്കെതിരെ എന്തൊക്കെ രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞു. തൃണമൂൽ ഭീകരതയാണ് ബംഗാളിൽ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങളോട് ഇതേ രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞിട്ടില്ലേ? ഇത് കേൾക്കുന്ന ജനതക്ക് മനസ്സിലാവില്ലേ? കോൺഗ്രസിൽ ചെയ്തിട്ട് കാര്യമില്ല. കോൺഗ്രസ് പ്രീണന പാർട്ടിയാണ്. ഈ കോൺഗ്രസ് പ്രീണന പാർട്ടിയാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ഞാനൊന്ന് അസമിലും ഈ പറയുന്ന ബംഗാളിലും കോൺഗ്രസ് എത്ര എണ്ണത്തിൽ ജയിച്ചോ ആ ജയിച്ച ആളുകളുടെ പേരൊക്കെ ഒന്ന് വായിച്ചു കേൾപ്പിക്കും. എത്രത്തോളം ഒരു പ്രീണന പാർട്ടിയായിട്ട് ഈ പറയുന്ന കോൺഗ്രസ് മാറി എന്നുള്ളതിന്റെ ഒരു റിസൾട്ടാണ് കേട്ടോ. അതായത് അസമില് 19 പേരാണ് വിജയിച്ചിട്ടുള്ളത്. ആ 19 വെറും 19 പേരാണ് അവിടെ വിജയിച്ചു എന്നുള്ളതും സകലരും തിരിച്ചറിയേണ്ടതാണ്. ഞാൻ ഓരോ ആളുകളുടെയും പേരൊന്ന് വായിച്ചു കേൾപ്പിക്കാം. MD അഷ്റഫുൽ ഇസ്ലാം ഷെയ്ഖ്, അടുത്തത് അബ്ദുസ് സ്വബഹാൻ അലി സർക്കാർ, അടുത്തത് ബേബി ബീഗം, അടുത്തത് വസേദ് അലി ചൗധരി, അടുത്തത് മൊഹിബുർ റഹ്മാൻ, അടുത്ത ആള് അഫ്താബുദ്ദീൻ മൊല്ല, അടുത്ത ആള് അബ്ദുൽ കലാം റഷീദ് ആലം, MD നൂറുൽ ഇസ്ലാം, അബ്ദുൽ റഹീം അഹമ്മദ്, ജാക്കിർ ഹുസൈൻ സിഗ്ദാർ, റക്കിബുദ്ദീൻ അഹമ്മദ്, ഡോക്ടർ ആസിഫ് മുഹമ്മദ് നാസർ, നൂറുൽ ഹുദ, ടാൻസിൽ ഹുസൈൻ, ഡോക്ടർ ജോയ് പ്രകാശ് ദാസ്, അമീനുൽ ഹക്ക് ലാസ്കർ, സുബൈർ ആനം മസൂദർ, ജക്കരിയ അഹമ്മദ്, അമിനുർ റഷീദ് ചൗധരി. അതായത് 19 പേരുകളാണ് വായിച്ചത്. ഇതൊരു പ്രീണന പാർട്ടിയായിട്ട് ആസാമിലേക്ക് ജനത തിരിച്ചറിഞ്ഞ, ഒരു കാലത്ത് രാജ്യം അടക്കി ഭരിച്ച, അസം അടക്കി ഭരിച്ച ഒരു പാർട്ടി പ്രീണന പാർട്ടിയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അസം ജനതയൊക്കെ തിരിച്ചറിഞ്ഞിട്ടല്ലേ എടുത്ത് കുപ്പത്തൊട്ടിയിലേക്ക് ഈ കോൺഗ്രസിനെ വലിച്ചെറിഞ്ഞത്. ഞാൻ ഈ പറയുന്ന ബംഗാളിലെ ആകെ 2 പേരാ ജയിച്ചത്. 300ഓളം സീറ്റുള്ള ഒരു സ്ഥലത്തെ വെറും 2 പേരാണ് ബംഗാളിൽ ജയിച്ചിട്ടുള്ളത്. മുത്താബ് ഷെയ്ഖ് എന്നും രണ്ടാമത്തെ ആള് ജുൽഫിക്കർ അലി എന്നുമാണ് ഈ 2 പേര് ജയിച്ചിട്ടുള്ളത്. ഇതൊരു പ്രീണന പാർട്ടിയായിട്ട് ബംഗാളിലും ഈ പറയുന്ന അസമിലേക്കൊക്കെ ചുരുങ്ങിക്കഴിഞ്ഞു. അപ്പൊ രാഹുൽ ഗാന്ധി പറയാണ് ബംഗാളിൽ നിന്ന് ഇത് മമതയുടെ തൃണമൂലിന്റെ ഭീകരതയാണ്, തൃണമൂൽ കോൺഗ്രസ് ഭീകരതയാണ്, സമാധാനം ഉണ്ടാവില്ല നാട്ടിൽ, അവർ വർഗീയമായിട്ട് ഭിന്നിപ്പിക്കുന്നു. രാഹുൽ വിളിച്ചു പറയുമ്പോ ഇത് കേൾക്കുന്ന ജനത ഒരു പ്രീണന പാർട്ടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യൂ? ഒരിക്കലും ചെയ്യില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ജനത ബംഗാളിൽ BJPക്ക് വോട്ട് ചെയ്തു, അസമിൽ BJPക്ക് വോട്ട് ചെയ്തു. സകല മലയാളികളും വിവേകത്തോടു കൂടി തന്നെ തിരിച്ചറിയണം. ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് അങ്ങനെ തന്നെ എടുത്തു പറയണം. രാഹുൽ ഗാന്ധിയുടെ കാലത്താണ് ഇതുപോലെ ഉപ്പ് വെച്ച കലം പോലെ ആവുന്നത്. എന്തുകൊണ്ടാ? ഇതൊരു പ്രീണന പാർട്ടിയായിട്ട് ജനം വിധി എഴുതി കഴിഞ്ഞ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും അത് തിരിച്ചറിഞ്ഞു. നമ്മുടെ കേരളത്തിലും അത് തിരിച്ചറിയും എന്നുള്ളത് തന്നെയാണ് വലിയ ഇതൊരു പ്രീണന പാർട്ടി. നമ്മളെ 19 പേര് വായിച്ചു. അതിലൊക്കെ എന്തുമാതിരി പ്രീണനം വ്യക്ത ഈ പറയുന്ന ബംഗാളിൽ. ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്
നടൻ വിജയ്ക്ക് ആശംസയായിട്ട് ഇതേ പറയുന്ന രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ട്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. TVKയുടെ മികച്ച വിജയത്തിന് ഞാൻ വിജയുമായി സംസാരിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ ജനവധി യുവാക്കളുടെ ഉയർന്നു വരുന്ന ശബ്ദത്തെ പ്രതിഫലിപ്പിക്കുന്നു. അത് അവഗണിക്കാൻ കഴിയില്ല, അവഗണിക്കപ്പെടുകയുമില്ല. കഠിനാധ്വാനത്തിനും പിന്തുണയ്ക്കും തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്റെ ഹൃദയംഗമമായ നന്ദി. തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും ജനങ്ങളെ സംരക്ഷിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടി തുടരുമെന്ന് ഞാൻ ആവർത്തിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെ വിജയം അങ്ങ് അംഗീകരിച്ചത്? ഇവിടെ 5 ആള് വിജയിച്ചിട്ടുണ്ട്. ഈ 5 ആളെയും കൂടിയും ഈ പറയുന്ന വിജയിക്കൊപ്പം നിർത്തിയിട്ട് 1-2 മന്ത്രിമാരോ അധികാരത്തിലേക്ക് എത്താം എന്നുള്ളത് കൊണ്ട് തമിഴ്നാട്ടിലെ വിജയി ജയിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ പോലും നമ്മുടെ പ്രമുഖവാദികൾക്ക് ഈ സമയം വരെ സാധിച്ചിട്ടില്ല. കാരണം അവിടുത്തെ വിവരങ്ങളോ ഒന്നും കിട്ടുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പ്രമുഖ മാധ്യമങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. ഇത് BJP അവിടെ ജയിച്ചിരുന്നെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഇതിപ്പോ വിജയമായതുകൊണ്ടോ വോട്ട് എല്ലാ സ്ഥലത്തും ജനമാണ് വിധി എഴുതുന്നത്. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു, കേരളത്തിൽ തന്നെ എന്തൊക്കെ ബഹളം. ഈ പറയുന്ന ഈ TN പ്രതാപൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്താ വിളിച്ചു പറഞ്ഞത് നിങ്ങളൊന്ന് കിട്ടും. കൗണ്ട് ചെയ്യുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥന്മാരാണ് അതിന് ഉത്തരവാദികൾ, അല്ലാതെ വോട്ടറല്ല. വോട്ടറെ യാതൊരു തരത്തിലുള്ള ഇൻഡിക്കേഷനും അതിനകത്ത് അസാധുവാക്കാനോ മാറ്റിവെക്കാനില്ല. പക്ഷേ റിട്ടേണിംഗ് ഓഫീസർ സമ്മതിച്ചില്ല, അത് മാറ്റിവെച്ചു. 184 വോട്ടുണ്ട്. 126 വോട്ടിനാണ് മണലൂരിൽ LDF ജയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കേസ് അന്യായം കൊടുക്കും. മണലൂരിൽ 100% UDF ജയിക്കും, 100 അല്ല 101% UDF ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ RSSന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും വോട്ട് എന്ന് ഞാൻ പരസ്യമായി എനിക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. 1000 തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കേണ്ടി വന്നാലും ആ നയങ്ങളിലും ആ നിലപാടിലും മാറ്റമില്ല. RSSന്റെ വോട്ട് വേണ്ട, പിന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വേണ്ട, SDP-യുടെ വോട്ട് വേണ്ട. വളരെ മൂടാ SDP-ന്റെ വോട്ട് വേണ്ട. ഇതൊക്കെ ജനനി വിശ്വസിക്കുമോ? അകലെ SDP-ക്കാരെ വോട്ട് വാങ്ങിയിട്ടില്ലേ? ഈ SDP പരസ്യമായിട്ട് തമിഴ്നാട്ടിലും രാജ്യത്തുടനീളവും കേരളത്തിൽ രഹസ്യമായിട്ടായിരുന്നു മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി SDP-യുടെ വോട്ട് SDP മതേതരത്താണ് എന്നൊക്കെ പ്രസംഗിച്ചതൊക്കെ മലയാളികൾ കേട്ടിട്ടുണ്ട്. മലയാളി സകലരി ഈ ഇവിടെ RSS വോട്ട് ചെയ്തിട്ടില്ലോ, അവിടെ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടി. ഇതിപ്പോ ഉദ്യോഗസ്ഥർ ബെസ്റ്റാണോ? കോൺഗ്രസ്സുകാരെങ്ങാനും ഇത് കേട്ടാൽ അടിച്ചു ഓടിക്കൂലേ? ഈ പറയുന്ന TN പ്രതാപനെ കോൺഗ്രസ് മൊത്തം ജയിച്ചിട്ട് പറയും ഉദ്യോഗസ്ഥന്മാർ പ്രസിഡന്റ് ആക്കി, ഇവിടെ പ്രസിഡന്റോ ഇപ്പൊ കോടതിയിലേക്ക് പോവാ. ഇത് കോൺഗ്രസ്സുകാർ അംഗീകരിക്കും കേരളത്തിലുള്ള. ഇവിടെ ഈ പറയുന്ന പേരാമ്പ്രയും അവിടെയും ഇവിടെയും ഒക്കെ ഇടതുപക്ഷത്തിന് ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്തൊക്കെ പുകല് UDF ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവര് ജയിച്ചു, ഒരു പ്രശ്നമില്ല. അപ്പൊ തോറ്റ TN പ്രതാപനും പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി ഒരേ ശൈലി. ഇതൊക്കെ ജനം പുച്ഛിച്ച് തള്ളില്ലേ? പണിയെടുക്കണം. രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത്, ടൂർ അടിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഒരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവ് വേണം രാജ്യത്ത്. ഒരു സുന്ദരമായ മഹത്തായ ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരു നല്ല പ്രതിപക്ഷത്തെയും. പക്ഷെ ആ ഒരു നല്ല പ്രതിപക്ഷമായിട്ട് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഒരിക്കലും ഉയരാൻ സാധിക്കുന്നില്ല. അവരിപ്പോഴും ഒരു പ്രീണന പാർട്ടിയായിട്ട് ചുരുങ്ങി പോവാ. ഈ പ്രീണന പാർട്ടിയൊക്കെ രാജ്യത്തിന് എന്തെങ്കിലും അധികാരത്തിൽ വരുമോ? ഒരിക്കലും വരാൻ പോകുന്നില്ല. അത് പ്രീണിപ്പിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പോവുക എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. ഇത് കോൺഗ്രസ് ഒക്കെ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് ഉപ്പ് വെച്ച കലം പോലെ ആവുന്നത് വെറുതെയൊന്നല്ല. രാജ്യത്ത് ഇനിയും ഈ കോൺഗ്രസിന് ഇനി ഉയർന്നു വരാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രസ്താവനകൾ കാണുമ്പോഴും വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത്.